നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ പ്രയാസമായി തോന്നുന്നവർക്കും രക്ഷാകർത്താർക്കും, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള രക്ഷാകർത്താക്കളും ഇംഗ്ലീഷ് അറിയാൻ താല്പര്യമുള്ള, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ഇവർക്കെല്ലാം വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിശദമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്കിന്ന് മോഡൽ ഓക്സിലറി വെർബ് പരിചയപ്പെടാം. കഴിഞ്ഞ ലക്കങ്ങളിൽ നമ്മൾ കണ്ടത് ഓക്സിലറി വെർബ്, അതായത് ഡു, ബി, ഹാവ് എന്നീ ക്രിയകൾ എങ്ങനെയാണ് ഓക്സിലറി വെർബായി പരിണമിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിലറി വെർബായി ഉപയോഗിക്കുന്നത് എന്നാണ്. നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടത് എന്താണ് മോഡൽ ഓക്സിലറി വെർബ്സ് എന്നാണ്. എന്താണ് മോഡൽ? നമുക്ക് നോക്കാം. Can, could, may, might, will, would, shall, should, must, need ഇങ്ങനെയുള്ള അനേകം മോഡൽസ് ഇംഗ്ലീഷിലുണ്ട്. ഇവ എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. Can, could, will, would, may, might ഇങ്ങനെയുള്ള വെർബുകളിലൂടെ ഒരു സബ്ജക്റ്റിന് ക്രിയ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, ക്രിയ എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത്, ഏത് മോഡിലാണ് ക്രിയ ചെയ്യേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുന്നത്. ഇനി ഇംഗ്ലീഷുകാരുടെ കാര്യം എടുക്കാം. മര്യാദ അല്ലെങ്കിൽ കോർട്സി സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ജനവിഭാഗമാണ് ബ്രിട്ടീഷ് ജനങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനത. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തില്, അവരുടെ പെരുമാറ്റത്തില് ഈ കോർട്സി അല്ലെങ്കിൽ ആചാര മര്യാദ വളരെയധികം വ്യക്തമാണ്. സംസാരത്തിൽ ഈ കോർട്സി ഇല്ലാതെ അവർക്കൊരു ഭാഷ ചിന്തിക്കാനേ കഴിയില്ല. ഈ കോർട്സി എങ്ങനെയാണ് വെളിവാകുന്നത്? അതിനുവേണ്ടിയാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മോഡൽസ് യൂസ് ചെയ്യുമ്പോൾ വെർബിന്റെ പ്ലെയിൻ ഫോം, അതായത് V1 ഫോം മാത്രമേ ഉപയോഗിക്കൂ എന്നാണ്. റിമെമ്പർ ദാറ്റ്. അതായത് V1 ഫോം മാത്രമേ മോഡൽസിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കൂ. ഈ വരുന്ന എപ്പിസോഡുകളിലും ഈ എപ്പിസോഡിലുമായി നമ്മൾ പരിചയപ്പെടുന്ന മോഡൽസ് ഏതൊക്കെയെന്ന് നോക്കാം. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഈസ് ടു, ഹാവ് ടു, ഹാഡ് ടു, ഹാവ് ടു, ought, നീഡ് തുടങ്ങിയ സെമി മോഡൽസും ബി ടു, ഹാവ് ടു, ought ടു, dare ടു, would rather, had better തുടങ്ങിയ മോഡൽ ഫ്രേസുകളും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഓർമ്മയിൽ വരുന്ന മോഡൽസ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയാവുന്ന മോഡൽസ് ഏതൊക്കെയാണെന്നും എത്ര മോഡൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾ കമന്റിൽ നൽകുക. നമുക്കവ ഓരോന്നായി ചർച്ചയ്ക്കെടുക്കാം. അടുത്ത എപ്പിസോഡിൽ ഓരോ മോഡൽസായി നമ്മൾ പരിശോധിക്കുകയാണ്. അവയുടെ ഉപയോഗം എങ്ങനെയാണ്, അവ എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഓരോന്നിനും ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ആശയമാണ് മറ്റുള്ളവർക്ക് കൈമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എല്ലാവരിലേക്കും എത്തിക്കുവാൻ ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.